നമ്മുടെ പോക്കറ്റിന്റെ കാര്യം ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എത്ര പണം കിട്ടിയാലും നീക്കിയിരിപ്പൊന്നുമില്ലാതെ കിട്ടിയ പൈസയൊക്കെ എവിടെ പോയെന്ന് ആലോചിച്ച് തല പുകിക്കുന്നവരാകും നമ്മളിൽ പലരുമല്ലേ. കാര്യമായി ചെലവൊന്നും നടത്തിയില്ലെങ്കിലും മാസാവസാനമൊക്കെ ആകുമ്പോൾ അക്കൗണ്ടൊക്കെ കാലിയായിരിക്കും. അവസാനത്തെ 25-ാം തീയതി കഴിയുമ്പം വല്ലാത്തൊരു വെപ്രാളമാണ്. ഇനിയുള്ള 5 ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടാവും. പണം പോയ വഴി എവിടെ, എന്ത്, അല്ലെങ്കിൽ അതെങ്ങനെ എന്നൊക്കെയായിരിക്കും ചിന്ത. അമേരിക്കൻ എഴുത്തുകാരനും ശാസ്ത്രജ്ഞനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരിക്കൽ പറഞ്ഞു, "Beware of little expenses. A small leak will sink a great ship." ചെറിയ ചെറിയ ചെലവുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതു വലിയ കപ്പൽ മുങ്ങാനും ചെറിയൊരു ചോർച്ച മതി. അതിനാൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനായാൽ മാസാവസാനം അക്കൗണ്ട് കാലിയാകാതിരിക്കാം. അത് സമാധാനം ഉണ്ടാക്കുകയും ചെയ്യും. പരമാവധി കടമില്ലാതെ ജീവിക്കുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും സമാധാനമുള്ള കാര്യം. പോയി കിടന്ന അപ്പോൾ ഉറക്കം വരണം. ആരും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൈസ ചോദിച്ച് മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയോ വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയോ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായാൽ തന്നെ നമ്മൾ ധനികരാടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിനായി ചില എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യമായി ഓരോ ദിവസത്തെയും ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. എന്നിട്ട് അതിലെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തി നിയന്ത്രിക്കണം. ശമ്പളക്കാരനാണെങ്കിൽ എല്ലാ മാസവും ശമ്പളം ലഭിച്ചാൽ ഉടൻ ചെറിയൊരു തുകയെങ്കിലും സമ്പാദ്യത്തിലേക്ക് മാറ്റണം. എല്ലാം അങ്ങനെ ധൂർത്തടിച്ച് കളയരുത്. ഈ പറയുന്നതിനർത്ഥം നിങ്ങൾ പിശുക്കി ജീവിക്കണമെന്നല്ല, മുണ്ട് മുറുക്കി ഉടുക്കണം എന്നുമല്ല. ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞതാവണം ജീവിതം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗ്രീഡ്, നീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, സബ്സിസ്റ്റന്റ് ആയ ഒരു എക്കണോമി ജീവിച്ച് തുടങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ ആശങ്കകളൊന്നും ഉണ്ടാവില്ല. സബ്സിസ്റ്റന്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ അവന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ചെയ്തു പോകുന്ന അവസ്ഥ.